നല്ല കിണ്ണം കാച്ചി ടീസർ ട്രെയിലർ തന്നെ പറയാം, ജോക്കർ ദ ഫോളിയോ ഡ്യൂ. കാരണം ഈ ഒരു പടത്തിന്റെ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ സെയിം മെന്റൽ ഇല്യൂഷണൽ ഡിസോർഡർ ഷെയർ ചെയ്യുന്ന രണ്ടാൾക്കാർ ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും, അതാണ് ഫോളിയോ ഡ്യൂ എന്നുള്ളതിന്റെ ഒരു മീനിങ്. ആൻഡ് എന്തായാലും ഈ ടീസർ ട്രെയിലർ കണ്ടപ്പോൾ ഹാർലി ക്വിൻ ആൻഡ് ജോക്കർ ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, അവരുടെ പിന്നീടുള്ള ലൈഫ് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും സെക്കൻഡ് പാർട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ടു ദ ഡേ, ഇന്ന് ഈ മൊമെന്റ് വരെ എങ്ങനെയാണ് ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് പാർട്ട് അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ക്വാളിറ്റിയിലോ സ്റ്റോറി ടെല്ലിങ്ങിലോ പെർഫോമൻസിലോ യാതൊരു വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുടെ തോട്ട്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. പ്രത്യേകിച്ച് ഇപ്പൊ ഹാർലിക്വിൻ ജോക്കറിനെ കാണുന്ന ആ ഒരു സീക്വൻസിൽ തന്നെ കോമിക്സിലും ഈവൻ സൂയിസൈഡ് സ്ക്വാഡ് മൂവിയിലടക്കം കാണിച്ചിട്ടുള്ളത് ഇപ്പോ ആർക്കം അസൈലത്തിൽ ജോക്കർ ഉള്ളപ്പോൾ അവിടെ വരുന്ന ഒരു ഡോക്ടർ ആയിട്ടാണ്, ഒരു സൈക്യാട്രിസ്റ്റ് ആയിട്ടാണ് ഹാർലിക്വിനെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഇവര് സെയിം ആ ഒരു ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനെ പോലെയാണ് എന്തോ ആ ഒരു വിഷ്വലിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഒരു കൊയർ സംഘത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഹാർലിക്വിൻ പാട്ട് പാടുമ്പോഴാണ് ജോക്കർ പാസ് ചെയ്യുമ്പോൾ കാണുന്നത് ഇവർ ആദ്യമായിട്ട്. ആൻഡ് ഇവരുടെ പല ടൈമിലുള്ള ഒരു ഇന്ററാക്ഷനും അറ്റ് എ ടൈം ഇവരുടെ രണ്ടുപേരുടെ വൈബ് മാച്ച് ആവുകയും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നടക്കം പറയുന്നുണ്ട് ഹാർലിക്വിൻ. ആൻഡ് അവിടെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു എന്തോ തീപിടുത്തോ അങ്ങനെ എന്തോ സംഭവങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് ചാടുന്നത് നമുക്ക് ആ ഒരു ട്രെയിലറിൽ നിന്ന് കാണാം. കാരണം ഇവരൊരു ബ്ലാസ്റ്റ് നടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നോ മറ്റും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണതും പുറത്ത് ഇവർ വന്നിട്ട് ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അവർ ആ റോട്ടിൽ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയായിരിക്കാം അവർ അസൈലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ജോക്കർ എവിടെയാണോ നിർത്തിയത്, ഫസ്റ്റ് പാർട്ട് എവിടെയാണോ നിന്നത്, അതിനുശേഷം ജോക്കറിന്റെ ആ ഒരു ലൈഫ് എന്താണ്, ആൾക്ക് ഇപ്പോഴും മൈൻഡിൽ നിന്ന് വിട്ടുമാറാത്ത ആ ഒരു അവസ്ഥകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള പല സീക്വൻസുകളും നമുക്ക് കാണാം. ഈവൻ ആ ഒരു മഴയത്തിറങ്ങിക്കൊണ്ടുള്ള ജോക്കിൻ ഫിനിക്സിന്റെ ക്യാരക്ടർ എന്ന് കരയുന്നതും ആൻഡ് അതിനുശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ വലിച്ചഴച്ചുകൊണ്ട് പോണതൊക്കെയുള്ള സീക്വൻസുകൾ. ആൻഡ് ഇപ്പൊ ഹാർലിക്വിനെ ഇപ്പോൾ കാണുന്ന ഒരു സീക്വൻസിൽ ജസ്റ്റ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഈ നെറ്റിയിൽ ഗണ്ണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കാണാം. ആൻഡ് ഫസ്റ്റ് പാർട്ടിലൊക്കെ ഇങ്ങനെ ആ ഒരു സിമിലാരിറ്റി ജോക്കർ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ജോക്കിൻ ഫിനിക്സിന്റെ ആർദർ ഫ്ലെക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ അതുപോലെ തന്നെ ചെയ്തതായിട്ട് കാണാം. സോ തന്റെ തന്നെ വേറൊരു പേഴ്സണാലിറ്റിനെ മീറ്റ് ചെയ്യുന്ന ഒരു അസ്റ്റോണിഷ്മെന്റ് ജോക്കിൻ ഫിനിക്സിന്റെ മുഖത്ത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലൊരു സീക്വൻസിൽ കുറെ പേര് ഇരിക്കുന്ന ഒരു ഹാള് പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു മ്യൂസിക്കൽ ഷോ ആൾക്കാരെ പ്രസന്നൈസ് ആക്കി വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഹാർലിക്വിനും ജോക്കറും. ആൻഡ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സിനെ നമുക്കൊരു പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവര് കയറി വരുന്ന ഒരു കോർട്ട് പ്രമിസിലേക്കോ മറ്റോ കയറി വരുമ്പോൾ അവരെ കുറെ പ്ലക്കാർഡുകളൊക്കെ പിടിച്ചുകൊണ്ട് ഫ്രീ ഓഫ് ഓൾ ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ജോക്കറിനെ ഫസ്റ്റ് പാർട്ടിന്റെ അവസാനം എങ്ങനെയാണോ സപ്പോർട്ടേഴ്സ് ഉണ്ടായത് അതിന്റെ ഡബിൾ ഇരട്ടി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആൾക്ക് അവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവർ രണ്ടുപേരും വന്നിട്ട് അവരുടെ ഡാൻസ് അവിടെ പെർഫോം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ഇടയിലുള്ള റൊമാൻസിൽ മ്യൂസിക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നുള്ളത് പല സീക്വൻസിലും അവർ കാണിച്ചിട്ടുണ്ട്. ഈവൻ ഹോട്ടൽ ആർക്കം നോ വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇവർ ഡാൻസ് ചെയ്യുന്നതും ഇവരുടെ ഒരു വെഡിങ് ഇവർ ഇമാജിൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള സീക്വൻസുകൾ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഇടയിലുള്ള ആ ഒരു റൊമാൻസ് ഒരു സാധാരണ ഒന്നായിരിക്കില്ല, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അത് അറ്റ് എ ടൈം വളരെയധികം ഇമ്പാക്റ്റ് ആയിട്ടുള്ളതും. രണ്ടുപേരുടെ ഇടയിലുള്ള ആ ഒരു ഫീൽ എത്രത്തോളം ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അത്രത്തോളം നല്ല ഫീലായിരിക്കും കൊണ്ടുവരാ എന്നുള്ളത് ഉറപ്പാണ്. പല സീക്വൻസിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ജോക്കറിന്റെ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സംഭവം എവിടെയും കാണാൻ പറ്റില്ല. കാരണം പക്ഷെ പല സ്ഥലങ്ങളിലും ജോക്കറിന്റെ ഒരു റെഫറൻസുകൾ ഉണ്ട്. ഈവൻ ലാസ്റ്റത്തെ ഒരു ഷോട്ടിൽ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് ഒരു സ്മൈല് വരയ്ക്കുമ്പോൾ ജോക്കിൻ ഫിനിക്സ് തന്റെ ഒരു ചിരി അവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ എന്തായാലും തിയേറ്ററിൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് കയ്യടി ഉണ്ടാക്കുന്ന സീൻ തന്നെയായിരിക്കും. ആൻഡ് പല സീക്വൻസുകളും വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാൾ പേപ്പർ മെറ്റീരിയൽ ആക്കാനുള്ള പല സാധനങ്ങളും ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആ ഒരു ടീസർ ട്രെയിലർ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു കിഡിലൻ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ജോക്കർ ദ ഫോളിയോ ഡ്യൂ ഓഫർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ടീസർ കണ്ടപ്പോൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ടും കാണാം. യൂട്യൂബിൽ ഇപ്പോൾ ടീസർ അവൈലബിൾ ആണ്.